വികട യാക്കോബായക്കാർ അന്ത്യോക്യയെ മറന്നോ? അങ്ങനെ മറക്കുമോ? ഇല്ല, മറക്കില്ല. അല്ല, മറന്നു. അമ്മയെ മറന്നാലും അന്ത്യോക്യയെ മറക്കില്ലെന്ന് വായ കീറി അലറുന്ന ആധുനിക യാക്കോബായക്കാർ തരം പോലെ മറക്കും, ഓർക്കും. ഇപ്പോൾ അന്ത്യോക്യയെ മറന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ ഓർത്തു. ഇപ്പോൾ ലെബനോനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അന്ത്യോക്യയിലെ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ കലണ്ടർ പ്രകാരം 2024 മെയ് 5-നാണ് ഈസ്റ്റർ. അവിടെ വലിയ നോമ്പ് തുടങ്ങുന്നതും ഇതനുസരിച്ച് വ്യത്യാസമായിട്ടാണ്. എന്നാൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കലണ്ടർ പ്രകാരം 2024 മാർച്ച് 31-നാണ് ഈസ്റ്റർ. വികടന്മാരായ പുത്തൻകുരിശിലെ ആധുനിക യാക്കോബായ വിഭാഗം അന്ത്യോക്യ എന്ന് പറയുകയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കലണ്ടർ പ്രകാരം വലിയ നോമ്പും ഈസ്റ്ററും ഒക്കെ ആചരിക്കുകയും ചെയ്യുന്നു. കലണ്ടർ പിന്തുടരുക മാത്രമല്ല, ആരാധന രീതികളും ചൊല്ലുകളും ഗീതങ്ങളും എന്തിന് മലങ്കര സഭയുടെ പള്ളികൾ പോലും അടിച്ചുമാറ്റി നെറുകയിൽ കുമ്പളം പതിപ്പിച്ച് സ്വന്തമെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നു. പറച്ചിലും പ്രവൃത്തിയുമായി ഒരു ബന്ധവുമില്ല. ഇന്നും ഈ പുത്തൻകുരിശ് വികടക്കൂട്ടം ചൊല്ലുന്ന മലയാളത്തിലുള്ള ഗീതങ്ങളും ആരാധന ക്രമങ്ങളും സഭാകവി ചാണ്ടിസാറും മറ്റും തർജ്ജിമ ചെയ്ത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും പൗരസ്ത്യ കാതോലിക്കയുമായിരുന്ന പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവ ചിട്ടപ്പെടുത്തി പ്രസിദ്ധീകരിച്ചതാണ്. അതിലുപരി മലങ്കര സഭയുടെ മോസ്ക് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകം തന്നെയാണ് ഇക്കൂട്ടർ കൂസലില്ലാതെ ഉപയോഗിക്കുന്നത്. അല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? മലങ്കര സഭയുടെ പള്ളികൾ ഉൾപ്പെടെ സകലതും അടിച്ചു മാറ്റി സ്വന്തമെന്നോണം ഉപയോഗിച്ചിട്ട് തിരിഞ്ഞു നിന്ന് മാതൃസഭയെ കൊഞ്ഞനം കുത്തുന്നവർക്ക് ധൈര്യമുണ്ടോ ഇതൊക്കെ സ്വയം ഉണ്ടാക്കിയതാണ് എന്ന് പറയാൻ? ഒന്നുകിൽ മലങ്കര സഭയോടൊപ്പം തുടരുക, അല്ലെങ്കിൽ സിറിയൻ സഭയോടൊപ്പം. ആ സഭയുടെ ആചാര അനുഷ്ഠാന ക്രമീകരണം അനുസരിച്ച് നിലകൊള്ളുക. രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടാതെ ഒരിടത്ത് ഉറച്ചു നിൽക്കുക. അങ്ങനെ സിറിയൻ സഭയുടെ കലണ്ടർ പിന്തുടരാനും സിറിയൻ സഭ അയച്ച ഈ 74/97 ഉൾപ്പെടെയുള്ള കൽപ്പനകൾ 2024 നടപ്പിലാക്കാനും ശ്രേഷ്ഠന്റെ ഇരുമ്പുനൂക്ക കൽപ്പന പിൻവലിക്കാനുമുള്ള ആർജവം കാണിക്കുക.